ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. വാരി വിതറി ഞാൻ കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാൻ ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അത്ഭുതകരമായി തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞാട്ടെ. വചന ചിന്ത എന്നുള്ളത് ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ഇന്നലെ കേട്ടു നമ്മൾ ആത്മീക വർധനവിനായിട്ട് എന്താണ് ഉപവാസം, പുതിയ നിയമത്തിൽ ഉപവാസം, പഴയ നിയമത്തിൽ ഉപവാസം, നമുക്ക് എങ്ങനെയാണ് ആത്മീക വർധനമുണ്ടാകുന്നത്. എപ്പോഴും ഓർത്തോണം, ഒരു വിശ്വാസി യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ശ്രദ്ധിച്ചോണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഒരു വചനം കാണാപ്പാടം അറിയാതിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കും. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടും. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് നമുക്കൊന്നും അറിയാത്തൊരു സമയമുണ്ടല്ലേ. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് വചനം പറയേണ്ടത്, എങ്ങനെയാണ് കർത്താവിൽ വളരേണ്ടത് എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ശിശുക്കളാണല്ലേ. രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നാം ശിശുക്കളാണ്. ഇവിടെയാണ് പലപ്പോഴും ഉപദേശം എന്ന് പറയുന്ന, വചനം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം പല ആൾക്കും സംഭവിക്കുന്ന എന്നാന്ന് കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ക്രിസ്തുവിൽ നമുക്ക് ആദ്യം നമ്മളിൽ കയറുന്ന വിത്തുകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ വളരണം. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടു, നിങ്ങൾ വചനത്തെ ഭക്ഷിക്കുമ്പോൾ, അതായത് കർത്താവിൽ നമുക്ക് ആത്മീക വർധനവ് വിശ്വാസ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തിനാണ് ആത്മീക വർധനം എന്ന് വെച്ചാൽ നമുക്ക് വളരണം. ഇപ്പം നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ടല്ലേ. രോഗസൗഖ്യം, ആരോഗ്യം, നിത്യജീവൻ, നിത്യരക്ഷ, സമാധാനം, സന്തോഷം, തലമുറകളുടെ അനുഗ്രഹം, തലമുറകളെ ലഭിക്കുന്നത്, ഇതെല്ലാം ബൈബിളിൽ ഇങ്ങനെ കിടക്കുക. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അല്ല ഞാൻ പറയുന്നത്, നമുക്ക് എന്തുകൊണ്ട് ഇത് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു ചോദ്യം, ഇതെല്ലാവർക്കും കിട്ടുമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്, ദൈവമക്കൾക്ക് വേണ്ടിയാണ് കർത്താവ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, അത് എല്ലാവരും വാഗ്ദത്തം കേട്ടവരാണ്. കേട്ടവരിൽ അത് വിശ്വാസമായി മാറിയില്ല. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ അനുഗ്രഹം അനുഭവിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹത്തെ അനുഭവിക്കണം. അപ്പോൾ ഇത് അനുഭവിക്കണം എന്നുള്ളത് വലിയ പോയിൻ്റാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, ജീവനുള്ളവർ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അപ്പോൾ എപ്പോഴാണ് കഷ്ടം വരുന്നത്? വിശ്വസിച്ചില്ലെങ്കിൽ. അപ്പം നന്മ കാണും, നന്മ കാണണം, നന്മ നമ്മളിൽ ഉണ്ടാകണം. അപ്പോൾ എങ്ങനെയാണ് നന്മ നമ്മളിൽ വരേണ്ടത്? നന്മ എങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്നു? നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ തന്നെ, എന്നാൽ ഇന്ന് നമ്മൾ വേഗത്തിൽ ചില വചനത്തിലേക്ക് ഞാനൊന്ന് വേഗത്തിൽ പോവാണ്. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ഇന്നലെ നമ്മൾ നിർത്തിയോടത്ത് ഇങ്ങനെയായിരുന്നു, കർത്താവിൻ്റെ വചനം നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. കർത്താവിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ ഉള്ളത്തിൽ ആത്മീക വർധനവുണ്ടാകുവാൻ ഇടയായിത്തീരും.
നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് വേഗത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും തമ്പുരാൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ആമേൻ. നമുക്കതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾക്ക് അവിടെ ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നോക്കിക്കേ, അവിടെ ആ വാക്യത്തിൽ പറയും, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് മാറിയിട്ടില്ല, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ ഞാൻ സൂക്ഷിക്കും. നോക്കിക്കേ, ഇയ്യോബ് പറയുവാണ്, കർത്താവിൻ്റെ വചനം ഞാൻ ആഹാരത്തേക്കാൾ എൻ്റെ നാവിൻ്റെ മേൽ, ആഹാരത്തേക്കാൾ അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ ഞാൻ സൂക്ഷിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ ബൈബിൾ പറയുന്ന ആഹാരത്തേക്കാൾ ഞാനത് സൂക്ഷിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നതിനേക്കാൾ യോബ് തൻ്റെ വചനത്തെ നാവിലൂടെ ഉപയോഗിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മൾ 3 നേരവും 4 നേരവും ഒക്കെ ആഹാരം കഴിക്കുമല്ലേ. യോബ് പറയുകയാണ്, ആഹാരത്തേക്കാൾ ഞാൻ സൂക്ഷിക്കുന്നു. എങ്ങനെ ഒരു ചോദ്യം, ഈ വചനം നമ്മൾ പറയുമ്പോഴും പല ആൾക്കാർ പറയും, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കൊരു വ്യത്യാസം കാണുവാൻ കഴിയുന്നില്ല. വചനം ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാനുഷികമായിട്ടല്ല ആത്മീകമായൊരു മാറ്റം കാണാൻ പറ്റുന്നില്ല. എല്ലാവരും അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്, ശ്രദ്ധിച്ചോണം. ആത്മീകമായിട്ടൊരു മാറ്റം എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ചില സമയങ്ങളിൽ നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്തുനിന്നും നമുക്കൊരു ഡെലിവറൻസിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിശ്വാസികളും ഒരേപോലെയല്ല, എല്ലാവരും ഒരേപോലെ ആത്മീക വളർച്ച ലഭിച്ചവരല്ല, വ്യത്യസ്തരാണ്. നിങ്ങൾ വളരണം. എന്നാൽ വളരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് എല്ലാവർക്കും സുഖമായ അന്തരീക്ഷം. ചിലപ്പം ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭർത്താവ് പ്രാർത്ഥനയ്ക്ക് എതിരായിരിക്കും, മക്കൾ ചിലപ്പോൾ വിശ്വാസത്തിനെതിരായിരിക്കും, നല്ല നിങ്ങൾക്ക് പോകാൻ ആരാധന ഇല്ലായിരിക്കാം, നമുക്ക് കർത്താവിൽ വളരുവാൻ തക്കതായ വചനം പറയാൻ ചിലപ്പോൾ പറയുമ്പോൾ ക്ഷീണിച്ചു പോവായിരിക്കാം, പ്രശ്നങ്ങൾ കാരണം നമ്മൾ തളർന്നു പോവുമായിരിക്കാം, നമുക്ക് ബലം കിട്ടുന്നില്ലായിരിക്കാം, വചനം പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി വരാൻ കഴിയുന്നില്ല. പക്ഷേ ഇയ്യോബ് പറയുവാണ്, ഞാൻ എൻ്റെ വചനത്തെ ആഹാരത്തേക്കാൾ ഞാൻ സൂക്ഷിക്കുന്നു. ഇത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്ന്, നമ്മുടെ അധരത്തിൽ വചനം ഉണ്ടായിരിക്കണം. വചനം നമ്മൾ പറയണം. വചനം നമ്മൾ പറയുന്നത്, വചനം നമ്മൾ ഭക്ഷിക്കുകയാണ്. വചനം ഭക്ഷിക്കുമ്പോൾ ആ വചനം നമ്മുടെ അകത്ത് വിശ്വാസമായി മാറുന്നു. ഇനി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും, നോക്കിക്കേ, തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കണം. അപ്പോൾ നോക്കിക്കേ, കർത്താവിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മാനസികമായി അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കൂട്ടായ്മ വചനത്തിൽ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക തമ്മിൽ നോക്കിയ വാക്കുകൊണ്ട് തമ്മിൽ, പരസ്പരം. അപ്പം 2 പേര് ഒരുമിച്ച് വരുന്നൊരു സ്ഥലം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുമ്പോൾ കൂട്ടായ്മകൾ എവിടെയുണ്ടോ ആ കൂട്ടായ്മയിൽ നിങ്ങൾ പോയി ശക്തിപ്പെടണം. എങ്ങനെയുള്ള കൂട്ടായ്മയെന്നറിയാവോ? ആത്മീക വർധനവ് ലഭിക്കുന്ന. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും. കണ്ടോ, അന്യോന്യം. 2-ാമത്തെ വാക്ക് കണ്ടോ, ആരും നമ്മൾ കേട്ടു തമ്മിൽ. ഇപ്പോൾ വീണ്ടും പറയുന്നു അന്യോന്യം. അപ്പം ഒന്നിലധികം ആൾക്കാരോട് വരുന്നതുകൊണ്ട് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നത് കൊണ്ടോ. അപ്പം നമ്മൾ പലപ്പോഴും വചനം പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുന്നില്ല എങ്കിൽ നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ അകത്തൊരു ഡെലിവറൻസ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതിനെ കപ്പാസിറ്റി ക്യാരി ചെയ്യാൻ കഴിയില്ല എങ്കിൽ അവിടെയാണ് ഫെലോഷിപ്പിൻ്റെ പ്രാധാന്യം. നമ്മൾ നോക്കിക്കേ, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിക്കണം.
അന്യോന്യം, കണ്ടോ, പരസ്പരം പ്രബോധിപ്പിക്കണം, തമ്മിൽ ആത്മീക വർധനവ് വരുത്തണം. അപ്പം നോക്കി ഈ വാക്ക് കണ്ടോ, തമ്മിൽ ആത്മീക വർധനവ് വരുത്തണം. ഹല്ലേലൂയ. അപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തളർന്നിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. കൂട്ടായ്മയുടെ പ്രാധാന്യം വളരെ ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നിങ്ങളൊരു പാട്ടൊക്കെ പാടി ഒന്ന് സ്തുതിച്ച് അന്യഭാഷയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആകുന്നത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? പക്ഷെ വീടിൻ്റെ അകത്തിരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യത്തില്ല, ആ ഒരു സുഖം എന്ത് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര വീട്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ ഈ ചിന്തകളും ഭാരങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആ സമയത്ത് വചനം പറയുന്നുവെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകുന്നുണ്ട്. ഈ തളർന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ക്ഷീണിച്ചു മടുത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അകത്ത് നിരാശകൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുന്നത് വളരെ കുറഞ്ഞു പോകും. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ, ഇവിടെ നോക്കി. അപ്പോൾ ഒരു വലിയൊരു കാര്യം അവിടെ തെസ്സലോനിക്ക സഭക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? തെസ്സലോനിക്ക സഭയത്തെ പറ്റി ഇന്നാൾ പറഞ്ഞായിരുന്നു അല്ലേ? തെസ്സലോനിക്ക സഭയുടെ ചരിത്രം നമ്മൾ പഠിച്ചായിരുന്നു. ഒത്തിരി പ്രശ്നം നിറഞ്ഞൊരു സഭയായിരുന്നു. എന്നാൽ അവർ ചെയ്തു വന്നെന്നറിയോ? തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വചനം പറയുവല്ല കേട്ടോ. പ്രബോധനം എന്ന് പറഞ്ഞാൽ വചനത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊരു വാക്ക് പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഈ വചനം പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് എങ്ങനെ അതിനെ കണക്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ പറയത്തില്ല, പത്രേ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. കണ്ടോ, ചിലർ പറയത്തില്ലേ, എന്നോട് ദൈവം സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കാര്യം അത് പ്രബോധനമാണ്. ആ പ്രബോധനം നിങ്ങളുടെ അകത്തൊരു ആത്മീക വർധനവിലേക്ക് കൊണ്ടുവരും. ആ പ്രബോധനം നിങ്ങളെ ക്രിസ്തുവിൽ വളർത്തുന്നവരാക്കി മാറ്റും. ആ പ്രബോധനം ദൈവത്തിൻ്റെ സാക്ഷ്യമാകും. അതാണ് കൂട്ടായ്മ. നോക്കിക്കേ, ഇവിടെ കൂട്ടായ്മയുടെ പ്രാധാന്യം ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച സൺഡേ മീറ്റിംഗ് പറഞ്ഞായിരുന്നു, ഒരുവൻ സഭാപ്രസംഗിൽ പറയുന്നു, ഒരുവനേക്കാൾ ഇരുവൻ നല്ലത്, ഒരുത്തൻ വീണു പോയെങ്കിലോ മറ്റവൻ താങ്ങും. കണ്ടോ, ഇതാണ് കൂട്ടായ്മ. അപ്പം നമുക്ക് പലപ്പോഴും ഫെലോഷിപ്പിലേക്ക് ആദ്യം നമ്മൾ കേട്ടു, നമ്മൾ കർത്താവിൻ്റെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പല ആൾക്കാരും പറയും, ബ്രദറെ എൻ്റെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് എനിക്ക് ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല, വീടിൻ്റെ അന്തരീക്ഷം അപ്പം ഒരന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയരെ. നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, ശവക്കോട്ടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, ഈ വഴിയിലോ കാട്ടിലോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് അന്തരീക്ഷം? നമുക്കറിയാം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൻ്റെ അകത്ത് പോലും ആരാധിച്ചു. അപ്പം ഈ ആരാധിക്കുമ്പോൾ വേണ്ടതൊരു കാര്യം അന്തരീക്ഷമാണ്. നിങ്ങൾ ഭവനത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ ചുറ്റിൽ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ മുമ്പിൽ മാറാത്ത വിഷയങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് നേരെയാകാത്ത കാര്യങ്ങൾ, വചനം പറഞ്ഞിട്ടും ശരിയാകാത്ത അന്തരീക്ഷം, ഇത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ വചനം പറയുമ്പോഴും നമ്മളെ തളർത്തുവാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ പൊതുവെ പറയും, ബ്രദറെ ഞാൻ അങ്ങോട്ട് വചനം പറഞ്ഞിട്ടും എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല ബ്രദറെ, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എനിക്കങ്ങോട്ട് മാനസികമായി തളരും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് തമ്മിലുള്ള പ്രബോധനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, കൊലോസ്യർ പറഞ്ഞ വാക്ക് കണ്ടോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കണം. അവിടെ എന്താണ് ഈ തമ്മിൽ? അവർ വചനം പറയുകയല്ല, പകരം അവർ പ്രബോധിപ്പിക്കുക. അവർ വചനങ്ങൾ പറഞ്ഞും സ്തുതികൾ പറഞ്ഞും ആത്മീക ഗീതങ്ങൾ പാടിയും അവർ തമ്മിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് നല്ല കൂട്ടായ്മയിൽ പോകണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, നല്ല കൂട്ടായ്മയിൽ പോകണമെന്ന് പറ. നല്ല കൂട്ടായ്മ ഞാൻ എടുത്തു പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ക്ഷീണിച്ച് മടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അന്തരീക്ഷമാണ്. ശ്രദ്ധിച്ച്, ആത്മീക അന്തരീക്ഷം നമ്മളെ ബലപ്പെടുത്തും. വ്യക്തിപരമായ ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു കൂട്ടായ്മ ചെല്ലുമ്പോൾ അവിടെ പാടുന്ന പാട്ടുകൾ നിങ്ങളെ തളർത്തുന്നതാണെങ്കിലോ, അവിടെ പറയുന്ന വചനങ്ങൾ നിങ്ങളെ തളർത്തുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോഴേക്കും ഒരാൾ വചനം പറയുക, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. കേട്ടെ,
അപ്പോൾ നിങ്ങൾ 100 കൂട്ടം പ്രശ്നമായിട്ടിരിക്കും ചെല്ലുന്നത്. നിങ്ങൾ തന്നെ പറയുമായിരിക്കും, കർത്താവേ എൻ്റെ കുറവ് കൊണ്ട ഇതും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ആൾ പറയുക, വിടുവിക്കാൻ നിനക്ക് ആരും ഉണ്ടാകത്തില്ല. കണ്ടോ, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പ്രബോധനം ഉണ്ടാകുന്നത്? ഇവിടെ ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യണം. അതിനെനിക്ക് എന്താ ആവശ്യം എന്നറിയാവോ? എൻ്റെ മൈൻഡ് സെറ്റപ്പിൻ്റെ അകത്ത് മനസ്സ് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, തെസ്സലോനിക്ക സഭയെപ്പറ്റി പറയുന്നു, ഭയങ്കര പ്രശ്നമുള്ള സഭയായിരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് പോലും, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ, നോക്കി, നിങ്ങൾ ചെയ്തു വന്നതുപോലെ തമ്മിൽ എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ്. കണ്ടോ, അപ്പൊ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, നമുക്ക് പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു വർധനവ്. എന്താണ് ഈ വർധനവെന്ന് പറഞ്ഞാൽ? ആത്മീക വർധനവ് എന്തുവാ? ആത്മീക വർധനവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നു. നോക്കിയേ, വിശ്വാസത്തിൽ വളരുന്നു. ഒരു വ്യക്തി ആത്മീക വർധന ഉണ്ടാകുന്നത് പറഞ്ഞാൽ അവൻ്റെ സ്പിരിച്വലി, അവൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് അവൻ വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വന്നിട്ട് വെച്ചാൽ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? ഒന്ന് വർദ്ധിപ്പിക്കണം. കാര്യം ഞങ്ങൾ ഇച്ചിരി പ്രശ്നത്തിൻ്റെ അകത്താണ്. ഉടനെ യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിയത്തില്ല. അതിൻ്റെ ഏതാണ്? അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ. ഹല്ലേലൂയ. അപ്പോൾ ഉപവസിക്കുന്നത് അവിശ്വാസം മാറാൻ വേണ്ടിയാണോ? അല്ല. ഉപവസിക്കുന്നത് കോട്ടം മാറാൻ വേണ്ടിയാണോ? അല്ല. ഉപവസിക്കുന്നത് എൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് വേഗത്തിൽ വരാവേ. നിങ്ങളിപ്പോൾ ഭവനത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. വീടിനകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭർത്താവോ ഭാര്യയോ പിള്ളേരോ ഒക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ട് ഓരോ ചോദ്യങ്ങൾ, പറച്ചിലുകൾ, അതും ഇതുമൊക്കെ ആയിട്ട് ആ പ്രാർത്ഥന പലപ്പോഴും എന്തായിത്തീരും? നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അലങ്കോലമായി പോകും, അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ പറയത്തില്ല, പിശാചിൻ്റെ പ്രവൃത്തിയല്ല, അന്തരീക്ഷം വേണം. ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് തന്നെ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ എന്നെ തന്നെ പൂർണ്ണമായി വെക്കുന്ന കർത്താവ്, ഞാൻ ഇരിക്കുന്ന സ്ഥലം കർത്താവിൻ്റെ അന്തരീക്ഷത്തിനകത്താണ്. കർത്താവിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വരണം. എൻ്റെ ഭവനം എത്ര വലിയ കുഴപ്പമാണെങ്കിലും എൻ്റെ കർത്താവ്, എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷമായി തീരും. ആദ്യം പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ. അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി ഭവനത്തിൻ്റെ അകത്ത് ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൂട്ടായ്മയുടെ പ്രാധാന്യം. ഭവനത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമോ? തീർച്ചയായിട്ടും ദൈവം കേൾക്കും. എന്നാൽ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോഴും കൂട്ടായ്മകളിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും നമുക്കൊരാത്മീക വർധനവുണ്ടാകും. എനിക്ക് പലപ്പോഴും ആരാധന, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ പോകാതിരുന്നാൽ ഭയങ്കര ശൂന്യതയാണ്. കാരണം എന്നറിയാവോ? ഈ തമ്മിൽ കാണുന്നതും പ്രബോധിപ്പിക്കുന്നതും ഭയങ്കര പ്രധാനപ്പെട്ടൊരു മർമ്മമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ബുദ്ധി ഉപദേശിച്ചു. നോക്കിയേ, ബുദ്ധി തമ്മിൽ പഠിപ്പിച്ചും. അപ്പോൾ ഇവിടെ ബുദ്ധി എന്തുവാ? ആ കാര്യം ചെയ്യുന്നുള്ള ബുദ്ധി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവികമായിട്ടുള്ള പ്ലാനുകൾ പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾ കൂട്ടായ്മയ്ക്കകത്തിരുന്ന് ബലപ്പെടുമ്പോൾ, കൂടെയുള്ള സഹോദരൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരാധിച്ച് അങ്ങോട്ട് വചനമെല്ലാം കേട്ടങ്ങ് ബലപ്പെട്ട്, ഇനി ശ്രദ്ധിച്ചോണം, ഈ ബലത്തോടെ പോയിട്ട് ഇയ്യോബ് പറഞ്ഞതുപോലെ ആഹാരത്തേക്കാൾ കൂടുതൽ നിന്റെ വചനത്തെ ഞാൻ സൂക്ഷിക്കുന്നു. നോക്കിക്കേ, യോബിൻ്റെ 23:11 പറയുകയാണ്, ഞാൻ ആഹാരത്തേക്കാൾ കൂടുതൽ. അപ്പം ബലം എനിക്ക് ഭയങ്കര ആവശ്യമാണ് പ്രിയരെ. ആത്മീക വർധനവിന് ആത്മീകമായിട്ടുള്ള ബലം എനിക്ക് ആവശ്യമാണ്. നമ്മൾ ഇച്ചിരി ചാർജ് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ആരാധനകൾ വർദ്ധിപ്പിക്കണം. കൂട്ടായ്മയിൽ പോയി ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് തമ്മിൽ വചനം കേട്ടങ്ങോട്ട് ബലപ്പെടണം. തെസ്സലോനിക്ക സഭയിലെ ആൾക്കാരുടെ പ്രത്യേകത, നമ്മൾ ആ തെസ്സലോനിക്ക സഭയിലോട്ട് ചെന്നാൽ നിങ്ങളിങ്ങനെ മടുത്ത് ആ കുടുംബത്തിൻ്റെ വിഷയമൊക്കെ ആയിട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ തെസ്സലോനിക്ക സഭക്കാർ അങ്ങോട്ട് വചനം അങ്ങോട്ട് വരും. അവരാ എന്തിനാ പേടിക്കുന്നത്? ബൈബിൾ പറയുന്നുണ്ടല്ലോ, ഞാനും എൻ്റെ കുടുംബവും നമ്മളെ യഹോവയെ സേവിക്കുമെന്നേ. ആ വചനം അങ്ങോട്ട് പറഞ്ഞ് ആ ബലം അങ്ങോട്ട് കൊടുത്ത് കൂട്ടായ്മയ്ക്കകത്തൊന്ന് ആരാധിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതമൊക്കെ അങ്ങോട്ട് പാടുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ പോലും അറിയാത്തൊരു ബലം അങ്ങോട്ട് വ്യാപരിക്കും. ഈ ബലം വീടിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. പക്ഷെ വീടിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഈ ഭർത്താവും മക്കളും ഒക്കെ വിശ്വാസത്തിൽ വന്നില്ല എങ്കിൽ ചിലപ്പം ഇവർ നമ്മളോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. അവിടെ പോയി ബലം പ്രാപിക്കണം.
ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ വചനം നോക്കിയ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, അവർ തമ്മിൽ അന്യോന്യം പ്രബോധിപ്പിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ഉപവാസം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയാവോ? ഉപവാസ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, വീടിൻ്റെ അകത്തായിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും മീറ്റിങ്ങിൻ്റെ അകത്തായിക്കോട്ടെ, അവിടെ വരുന്ന സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് വചനം അങ്ങോട്ട് ഭക്ഷിക്കണം. അവിടെ വചനം ഭക്ഷിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഭാരം. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, മിക്ക ആൾക്കോടും പറയും, ബ്രദർ എൻ്റെ വീട്, മിക്കവരും പറയാറുണ്ട്, ബ്രദർ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ക്ഷീണമാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, നല്ല കൂട്ടായ്മ ചേരണം, എവിടെയെങ്കിലും പൊക്കോണം. അവിടെ പോയി ബലപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു, നമുക്ക് മനസ്സിൻ്റെ അകത്ത് ആദ്യം ഒരു ഡെലിവറൻസ് ആവശ്യമാണ്. ഈ മനസ്സ് റെഡിയാകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, എബ്രായ ലേഖനത്തിൽ പറയുന്ന 4-ാം അധ്യായത്തിൽ, കേട്ടവരിൽ അത് വിശ്വാസമായി മാറിയില്ല. വിശ്വസിച്ച നാമല്ലോ വാഗ്ദത്തം സ്വസ്ഥതയിൽ പ്രവേശിച്ചത്, അവിശ്വാസത്താൽ അവർ മരുഭൂമിയിൽ. എന്താ അവരുടെ അവിശ്വാസം? അവരുടെ മനസ്സിൻ്റെ അകത്ത് മൊത്തം ഫറവോൻ അവരെ തകർക്കുമെന്നുള്ള ഭാരമായിരുന്നു. അവർ തമ്മിൽ നിങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം സംഖ്യാപുസ്തകത്തിലെ വാക്യെടുത്തായിരുന്നല്ലേ, അവർ തമ്മിൽ പറഞ്ഞു. സഭയൊക്കെയും ദുഃഖത്തിലായിപ്പോയി. ഒരു രാത്രി മൊത്തം ഉറങ്ങാതെ നിലവിളിച്ചു. ആ വീടിൻ്റെ പുറത്തിറങ്ങിയ ഒരു എബ്രായർ, ഒരു യഹൂദൻ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവരിരുന്ന് കരയുക. അവർ എന്നാ കരയുന്നത്? നമ്മളെല്ലാം തീരും, അനാക്യ മല്ലന്മാർ നമ്മളെ കൊല്ലും. ഇതെന്തുവാ? ആ വീടിൻ്റെ പുറത്ത് ഇപ്പുറത്ത് വിളിച്ചപ്പോഴേക്കും അടുത്തവൻ കരയുക. അവൻ പറയുന്നു, നമ്മൾ രക്ഷപ്പെടത്തില്ല, യഹോവ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംഖ്യാപുസ്തകം 14:1 അപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവർ നിലവിളിയോടിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, അപ്പോൾ അവർക്ക് എന്താവശ്യമാണ്? അവർക്ക് യോശുവനെ പോലെ, കാലേബിനെ പോലെയുള്ള പ്രബോധന പുത്രന്മാരുടെ ആവശ്യമാണ്. അപ്പോൾ കൂട്ടായ്മയുടെ പ്രാധാന്യം വീടിൻ്റെ അകത്ത് അന്തരീക്ഷമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നോക്കിയേ, അപ്പോൾ സഹയൊക്കെയും കരഞ്ഞു നിലവിളിച്ചു. ജനം ഒരു രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട് മിസ്രൈമിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. കണ്ടോ, ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോയത് കൊള്ളാമായിരുന്നു, ഇല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങളെ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ഈ ദേശത്തു നിന്ന് കൊണ്ടുവന്നു. എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൊള്ളായുമല്ലോ, മിസ്രൈമിലേക്ക് മടങ്ങി പോകുന്നതല്ലോ ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. ആരെയും പറയുന്നത്? മിസ്രൈമിൽ അടിമകൾ പറയുക അതാ നല്ലതെന്ന്. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിൽ മടങ്ങിപ്പോ. ഭയങ്കര വലിയ തീരുമാനമൊക്കെയാ. അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശ അഹരോനോട് ഇസ്രായേൽ സഭയോട് സർവ്വസംഘത്തിന് മുമ്പാകെ കവന്നു വീണ് ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകനായ യോശുവയും യെബൂന്റെ മകനായ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളോട് സഭയോടും പറഞ്ഞു നിന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്ര നല്ല ദേശം. കണ്ടോ, ഇതേപോലെ പറയുന്ന പ്രബോധന പുത്രന്മാർ വേണം. ഇതാണ് കൂട്ടായ്മ. ചിലപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകുമെന്നേ, നമ്മൾ മടുത്തു പോകും. വിശ്വാസിക്ക് കൂട്ടായ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പ്രിയരെ. പല ആൾക്കാരും പറയും, ബ്രദറെ ഞാൻ വീട്ടിൽ ഇരുന്നോളാം, യേശുവിനെ ഇല്ല, നിങ്ങൾക്ക് കഴിയത്തില്ല. എന്തിനാ കർത്താവ് കൂട്ടായ്മ വെച്ചിരിക്കുന്ന അറിയാവോ? കൂട്ടായ്മ ഇല്ലാതെ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കൊലോസ്യ ലേഖനത്തിലും കൊലോസ്യ സഭയും തെസ്സലോനിക്ക സഭയും രണ്ടാണ്. പക്ഷേ പൗലോസ് പറയും, ആകയാൽ നിങ്ങൾ ചെയ്തു വന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന. നോക്കിക്കേ, ഇത് തന്നെയാണ് യോശുവ ചെയ്യുന്നത്, ഇത് തന്നെ കാലേബ് പറയുന്നത്. ഒരു കൂട്ടം മൊത്തം കരഞ്ഞ് നിലവിളിക്കുക. നോക്കിക്കേ, സഭയൊക്കെ ഉറക്കെ നിലവിളിച്ച് ജനം രാത്രി മുഴുവൻ കരയുക. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുക്കുക. സഭയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് നല്ലൊരു അന്തരീക്ഷം ഇല്ലായിരിക്കാം. വചനം അങ്ങോട്ട് പറയുമ്പോഴും ആരൊക്കെയോ തളരുന്നുണ്ട്. ബ്രദറെ, ഞാൻ വചനം പറഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ തളരും. അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി നിങ്ങൾക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. നിങ്ങൾ കുഴപ്പക്കാരാന്നല്ല ഞാനീ പറഞ്ഞത്. മനസ്സിൻ്റെ അകത്തൊരു സ്ട്രെങ്ത് വേണം, വിശ്വാസത്തിൻ്റെ അകത്തൊരു വർധനവ് ആവശ്യമാണ്. എന്നാൽ ചിലർക്ക് വീടിൻ്റെ അകത്തിരുന്നാലും ഭയങ്കര സ്ട്രെങ്ത് ആണ്. അതിൻ്റെ അർത്ഥം അവരുടെ അകത്തൊരു അന്തരീക്ഷം വ്യാപരിക്കുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ആ വചനം നോക്കിക്കേ,
അപ്പോൾ ഇസ്രായേൽ മക്കൾ സർവ്വസഭയും പറഞ്ഞതുപോലെ എന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്ര നല്ല ദേശം, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ പാലും തേനും ഒഴുകുന്ന ദേശം കൊണ്ട് ചെന്ന് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുതേ, ഈ ദേശത്തിലെ ജനം ഭയപ്പെടരുതേ, അവർ നമുക്ക് ഇരയാകും, അവരുടെ ശരണം പോയിരിക്കുന്നു, നമ്മോട് യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുതേ. നോക്കി, ഇതേപോലെയുള്ള പ്രബോധന പുത്രന്മാർ വേണം. കണ്ടോ, ഇതാണ് കൂട്ടായ്മ പ്രിയരെ. കൂട്ടായ്മ വളരെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ഒരു വാക്കിങ്ങനെ പറഞ്ഞായിരുന്നു, വീട്ടിൻ്റെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് വേഗത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു 3 മണിക്കൂർ അനിവാര്യം പറഞ്ഞു 1.5 മണിക്കൂർ വചനം പറയാൻ തയ്യാറെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീട്ടിലിരുന്നോളാനല്ല എൻ്റെ അർത്ഥം. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാരണം നമ്മൾ കൂട്ടായ്മയിൽ വരണം. ഭവനത്തിൻ്റെ അകത്തിരുന്ന് ബ്രദർ, എനിക്ക് ഭവനത്തിൻ്റെ അകത്ത് വീട് വിട്ട് പുറത്തു പോയി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എനിക്ക് ആരാധനയ്ക്ക് പോകണം. കാരണം കൂട്ടായ്മയുടെ പ്രത്യേകത, അവിടെ പ്രബോധനം കിട്ടും. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് വചനം വായിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ വായിക്കുന്ന വചനം വല്ലോ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതിൻ്റെ അർത്ഥങ്ങൾ വല്ലോ മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഒരു മനുഷ്യൻ തേരിലേറി പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ സിമ്പിളായിട്ട് വായിക്കുക, കർത്താവിൻ്റെ ക്രൂശിനെ പറ്റി വായിക്കുക. പക്ഷേ ഉടനെ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് തേരിൻ്റെ ഒപ്പം നടക്കുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ ഷണ്ണനായ മനുഷ്യൻ ഇതിങ്ങനെ വായിക്കുക. ഉടനെ ഫിലിപ്പോസ് ചോദിച്ചു, എന്തുവാ നീ വായിക്കുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുക. പക്ഷേ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ടോ, ഉടനെ ഫിലിപ്പോസ് അതിനെ പ്രബോധിപ്പിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇത് കേട്ട ഉടനെ ഷണ്ണൻ പറയുക, എനിക്കിപ്പോൾ സ്നാനപ്പെടണം. കണ്ടോ, അപ്പോൾ ഷണ്ണൻ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ദൈവം എന്ത് ചെയ്തു? ഫിലിപ്പോസിൻ്റെ ഒരു കൂട്ട് കൊടുത്തു. ഇതുപോലെ പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില വചനങ്ങൾ നമ്മളിൽ ക്രിയ ചെയ്യണമെങ്കിൽ നമുക്ക് വചനത്തിൻ്റെ പ്രബോധനം ആവശ്യം. എന്തിനാണെന്നറിയാവോ? വിശ്വാസം വർദ്ധിക്കണം, അഥവാ ആത്മീക വർധനവ് നമ്മളിൽ നടക്കണം. ആത്മീക വർധനവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. വിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്, ദൈവപ്രവർത്തികൾ നമ്മളിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ ദൈവപ്രവർത്തി നമ്മളിൽ നടക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആത്മീക വർധനവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പോൾ ആരാ നിങ്ങൾ? ശിശുക്കളാണ്. ശിശുക്കളെ പോലെ നിങ്ങൾ വളരുവാനായിട്ട് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഹല്ലേലൂയ. അപ്പോൾ വളരണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാരെയും പലരും പറ്റിക്കുന്നത്. ഓരോ തെറ്റായ വ്യാഖ്യാനം കൊടുത്തിട്ട് ബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. ബന്ധിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു കഴുതയെ പോലെ ഒരു കെട്ടിയിടും. ഇങ്ങനെയാണ് നിൻ്റെ ജീവിതം. അല്ല, നിങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ സാക്ഷികളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ആമേൻ. നോക്കിക്കേ, ഇവിടെ വചനം പറയുന്നത് പോലെ യഹോവയോട് മത്സരിക്കരുത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് ഭർത്താവ് ചിലപ്പോൾ എന്തു ചെയ്യും? കൂട്ടായ്മയിൽ എന്താ പറയുന്നത്, നമ്മൾ പലപ്പോഴും വീടിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴേക്ക് ഭർത്താവോ ഭാര്യയോ പിള്ളേരോ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഭവനത്തിൻ്റെ അകത്ത് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിരാശ വരരുത്. കാരണം വെച്ചാൽ അറിയോ, നിങ്ങൾക്കൊരു കൂട്ടായ്മ ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്, ഫെലോഷിപ്പ് ആവശ്യമാണ്, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ആവശ്യമാണ്. അപ്പം നമുക്കകത്ത് വിശ്വാസം വർദ്ധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും, ഞാനെൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പക്ഷേ ഭർത്താവ് പിന്നെയും മാനസാന്തരപ്പെടുന്നില്ല, തലമുറകൾ യേശുവിലേക്ക് വരുന്നില്ല, കുടുംബജീവിതത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല, നമ്മൾ ക്ഷീണിച്ചു പോകുന്നില്ലേ? ക്ഷീണിക്കുമ്പോഴെന്നാ സംഭവിക്കും? സൂക്ഷിക്കണം. ക്ഷീണിക്കുമ്പോഴാണ് പെറുപെറുപ്പുണ്ടാകുന്നത്. നോക്കിക്കേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ഭയങ്കര ആർത്തിരമ്പി വലിയ സംഭവം പെസഹയൊക്കെ നോക്കി, അവർ പെസഹ കുഞ്ഞാടിനെയൊക്കെ അറുത്ത് ഭയങ്കര ആർത്തിരമ്പി വന്നവരാ പ്രിയരെ. പക്ഷെ പാതി വഴിയിൽ അവരുടെ മനം തകർന്നു പോയി. അവരുടെ കൂട്ടുകാരാരാന്നറിയാവോ? പെറുപെറുക്കുന്നവരാണ്. അവരുടെ കൂട്ടുകാരാരാന്നറിയാവോ? തമ്മിൽ പഴയ മിസ്രൈമിലെ പഴയ കാര്യങ്ങളെ പറയുന്നവരാണ്. അതിൻ്റെ ഇടയിൽ യോശുവയും ടീമും മോശയും ടീമും പറയുവാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടന്ന് കരയിപ്പിക്കുന്നത്? യഹോവ നമുക്ക് ദേശം തരും. കണ്ടോ, ഇതാണ് പ്രബോധന പുത്രന്മാർ. വിശ്വാസത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന കൂട്ടായ്മയിൽ നിങ്ങൾ ചേരണം. ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും.
വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? ക്ഷീണിച്ചു പോകാൻ കാരണം നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചോദ്യമാണ്. ഞാൻ അവിടെ എപ്പോഴും പറയത്തില്ലേ, നമ്മൾ ഈ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും ആരും പറയത്തില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും പറയത്തില്ല, സഹോദരാ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന വിഷയമുണ്ടല്ലോ, ഇപ്പോൾ അത്ഭുതം നടക്കുമെന്ന് ആരും പറയത്തില്ല. ഇത് നടക്കുന്ന ഒരേ ഒരു സ്ഥലം, ഇത് പറയുന്ന ഒരേ ഒരു സ്ഥലം കൂട്ടായ്മയാണ്, സഭയിലാണ്. ലോകത്ത് എവിടെ ചെന്നാലും എല്ലാവരും പറയും ഇത് വിധിയാന്ന് പറയുമ്പോൾ വിശ്വാസി മാത്രമേ പറയത്തുള്ളൂ, എൻ്റെ യേശു എനിക്ക് വേണ്ടി വാൻ കാര്യങ്ങളെ ചെയ്യും. മാതാവ് പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്യും എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ മാത്രമേ കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ യോശുവ പറയുന്നത് എവിടെ നിന്നുകൊണ്ടാണ്? സഭയൊക്കെയും, ഏത് സഭയാണ്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യഹൂദ സഭയൊക്കെയും നിലവിളിക്കുമ്പോൾ അതിന് നടുവിൽ ഒരാൾ ഇതിൻ്റെ എതിരെ പറയുക, സാഹചര്യത്തിന് വിപരീതം പറയുക, നമുക്ക് ആ ദേശം കിട്ടും, യഹോവ തരും. കണ്ടോ, ഇങ്ങനെ പറയുന്ന കൂട്ടായ്മ എവിടെയെങ്കിലും ഉണ്ടോ പ്രിയരെ? അവിടെ നിങ്ങൾ ചേർന്ന് ബലപ്പെടണം. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ആത്മീക വർധനവിലേക്ക് കൊണ്ടുവരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അല്പനേരം നമുക്ക് ദൈവിക വചനങ്ങളെ ഒന്ന് ഏറ്റുപറയാം. അല്പനേരം നമുക്ക് ദൈവികമായ വാഗ്ദത്തങ്ങളെ ഒന്ന് ഏറ്റുപറയാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് കർത്താവിൽ ഒന്ന് ബലപ്പെട്ടെ. കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഒന്ന് മാറട്ടെ, ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളൊന്ന് മാറട്ടെ. ഈ ദിവസങ്ങളിൽ ആ ക്ഷീണങ്ങൾ, മടുപ്പുകൾ, ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അന്തരീക്ഷങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക. ഒന്ന് ബലപ്പെട്ടെ, ഒന്ന് തമ്മിൽ പ്രബോധിപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ വചനമൊന്ന് വിളിച്ചു പറഞ്ഞ് ആത്മാവിൻ്റെ ആഹാരത്തെ ഒന്ന് ഭക്ഷിച്ച് ആ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറ. യേശു കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും എൻ്റെ രോഗത്തെയും എൻ്റെ കഷ്ടതയെയും എൻ്റെ ദാരിദ്ര്യത്തെയും എൻ്റെ സമാധാനമില്ലാത്ത അവസ്ഥകളെയും എനിക്ക് സന്തോഷമില്ലാത്ത അവസ്ഥകൾ എല്ലാം ക്രൂശിൽ വഹിച്ച് എനിക്ക് സമാധാനവും എൻ്റെ സന്തോഷവും, ബൈബിൾ പറയുന്നു, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശമാണ് നീതിമാന്റെ കൂടാരത്തിൽ വെളിപ്പെടുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ കൂടാരത്തിൻ്റെ അകത്ത് പല നിലവിളികളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രിയരെ ഇന്ന് അതിനെ ഇടിച്ചു കളയണം. യേശുവിൻ്റെ നാമത്തിൽ ഇടിച്ചു കള. ആ കർത്താവ് കുടുംബത്തിൻ്റെ അകത്ത് വെല്ലുവിളികളെ ഇടിച്ചു കളയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇടിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ ഇപ്പൊ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാൽ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം. ഇപ്പോൾ തന്നെ വേദനയാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ രോഗസൗഖ്യം എൻ്റെ മേൽ സംഭവിക്കുക. ഓ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൻ്റെ മേൽ, ആ വേദനകളുടെ മേൽ, രോഗത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായി യേശുവിൻ്റെ സൗഖ്യം വ്യാപരിക്കുക. കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുക. നാളിതുവരെ ആയിട്ട് നടക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ നടക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അന്തരീക്ഷങ്ങൾ ഇപ്പോൾ മാറുന്നു. അന്തരീക്ഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാകുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങയുടെ സ്പർശനം എന്ന് വെളിപ്പെടുന്നു. അങ്ങയുടെ അത്ഭുതങ്ങൾ ഇപ്പോൾ വെളിപ്പെടുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ നാളുകളായിട്ട് അവർ അലഞ്ഞ അവസ്ഥകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളായി സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ പ്രവർത്തികൾ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിൻ്റെ മേൽ, കുടുംബ ജീവിതത്തിൻ്റെ മേൽ വിള്ളലുകളെ കൊണ്ടുവന്നിട്ട് സമാധാനം കെടുത്തി സന്തോഷം കെടുത്തുന്ന സകല അന്തരീക്ഷങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ കർത്താവെ, നന്മ കൊയ്യും ദൈവ പ്രവർത്തികൾ വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കർത്താവെ, നന്മകളിലേക്ക് അവർ പ്രവേശിക്കുന്നു. വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി പോകുന്നു. എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ കർത്താവെ പൊട്ടിച്ചുവിടുന്നപ്പ കൂട്ടായ്മയുടെ ബലം ഇപ്പോൾ വ്യാപരിക്കട്ടെ. തമ്മിൽ പ്രബോധിപ്പിക്കുന്നു. നശിച്ചു പോകുമെന്നും ഇതെല്ലാം തകരുമെന്നും വാദിക്കുന്ന എല്ലാ ചിന്തകളെ, ഈവിൾ തോട്ട്സുകളെ ബ്രേക്ക് ചെയ്യുന്നപ്പ, ദുഷ്ടപിശാചിന്റെ ചിന്തകളെ ബ്രേക്ക് ചെയ്യുന്നപ്പ, എല്ലാ രോഗാത്മാക്കളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നതിനെ ബ്രേക്ക് ചെയ്യുന്നു.
എല്ലാ രോഗശക്തികളെയും ബ്രേക്ക് ചെയ്യുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ നിമിഷം ശരീരത്തിൻ്റെ അകത്ത് വേദന ഉള്ളവർ, രോഗത്തിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് വേദന അനുഭവിക്കുന്നവരുണ്ടോ? ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട്. ഒന്ന് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് കൽപ്പിച്ച്, അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്ന റോണിയുടെ ഭവനത്തെ തമ്പുരാൻ തൊടുവാട്ടോ. റോണിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ദൈവം അയക്കാൻ വേണ്ടി പോവാം. റോണി എന്നാ പേര് പറഞ്ഞേക്കുന്നത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് റോണി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ റോണിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, നശിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ തമ്പുരാൻ നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ തമ്പുരാൻ നിങ്ങളെ ഉയർത്തും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു മരം ഇന്ന് പൊങ്ങി വരുന്നത് പോലെ, അത് കായ്ക്കുന്നത് പോലെ കർത്താവിൻ്റെ നാമത്തിൽ റോണിയുടെ ഭവനവും കായ്ക്കാൻ വേണ്ടി പോവുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് അതുപോലൊപ്പം തന്നെ സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പറഞ്ഞു. സതീശൻ്റെ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പറഞ്ഞു. എന്ന് പറയുന്നു, ഒരു 17 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ആ 17 വർഷമായിട്ട് കയറിക്കൂടി കുടുംബത്തിൻ്റെ അകത്ത് മുഴുവനും ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ നിൽക്കുക. ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക കുടുംബം. യേശുവിൻ്റെ നാമത്തിൽ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തഴയപ്പെട്ടൊരവസ്ഥയിലാണ്, ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. നീണ്ട 17 വർഷമായിട്ട് ഉണ്ടായൊരു പ്രശ്നം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടുവാണ്. സതീശനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ. സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വേദനയാൽ ഭാരപ്പെട്ട, രോഗത്താൽ ഭാരപ്പെട്ട ഒരു കൈയെടുത്ത് വെച്ച് ഓ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഉരുണ്ട് വീണ് ടൈലെ തെന്നി എൻ്റെ കാലിൻ്റെ മുട്ടിന് എഴുന്നേക്കാനും നടക്കാനും വല്ലാതെ ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നത് കൈയെടുത്ത് വെച്ചോ സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വേദനകളുടെ മേലേക്കും കർത്താവിൻ്റെ സൗഖ്യം. ഇന്നുകൊണ്ട് അവർ വേദനയാൽ ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് ഇപ്പോൾ ആരും മ്യൂട്ടുമാറ്റി പറയേണ്ട, കൈയെടുത്ത് വെച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വേദനകളുടെ മേലിൽ നിന്നും കർത്താവ് ഇന്ന് കാഴ്ചകൾ വർദ്ധിക്കാൻ വേണ്ടി പോവുക, കേൾവി വർദ്ധിക്കും. ബൈബിൾ പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിപ്പാനും മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. ഇന്ന് ഭവനങ്ങളുടെ മേൽ ദിവ്യ സമാധാനം വെളിപ്പെടാൻ വേണ്ടി പോവുക. തലമുറകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി വേണ്ടി പോവുക. ഓ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ആ വേദനകൾ ഇപ്പോൾ വിട്ടുമാറുക, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, കർത്താവിൻ്റെ മുറിവ് നമ്മുടെ ആരോഗ്യവും സൗഖ്യമാണ്. കർത്താവിൻ്റെ മുറിവ് നമ്മുടെ ശക്തിയാണ്. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഭിഷേകത്താൽ നുകങ്ങൾ ഒടിഞ്ഞു മാറുന്നു ഇപ്പോൾ തന്നെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പോൾ വേദനകൾക്കകത്തുനിന്നും റിലീഫിനെ കൽപ്പിക്കുന്നു, സൗഖ്യത്തെ കൽപ്പിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഒന്ന് ചെക്ക് ചെയ്ത് ആ ശരീരത്തിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത്, വേദനയാൽ ഭാരപ്പെട്ടവരൊന്ന് ചെക്ക് ചെയ്ത്, ആ വേദന യേശു എടുത്തു മാറ്റിയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത്, എന്താണോ കഴിയാത്തത്, എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റാഞ്ഞത്, ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പോൾ കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം അനുഭവിക്കുന്നവർ. അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം 13-ാം തീയതി ജനിച്ച ഒരു തലമുറയെ ദൈവം ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. ഒക്ടോബർ 13-ാം തീയതി ജനിച്ചൊരു തലമുറയാണ്. ഇന്ന് കർത്താവിൻ്റെ വലിയൊരു വീര്യപ്രവൃത്തി ആ തലമുറയുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇന്ന് തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്റെ മകന് ഒക്ടോബർ 11 ജയിച്ച. ഇന്ന് നമ്മുടെ പേരെന്തുവാ?
മോന്റെ പേര് അജയ് ആനന്ദ്. അജയാണ്. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുക. സകല തടസ്സങ്ങളും ഇപ്പോൾ വിട്ടുമാറുന്ന, കുടുംബത്തോട് മല്ല് പിടിക്കുന്ന സകല വിഷയങ്ങൾക്കും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അറുതിയിലേക്ക് കൽപ്പിക്കുന്നപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങളുടെ അത്ഭുത കരം വെളിപ്പെടുന്നല്ലോ, അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഒരു ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്കായിട്ട് ദൈവം ഇങ്ങനെ ഒരു വേർതിരിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു കുറേ ഇങ്ങനെ റോസാപ്പൂക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് വീടിൻ്റെ അകത്തൊരു മുറിയിൽ ഒരു ടേബിളിൽ ഒരു ഗ്ലാസ്സിൽ മറ്റോ എന്തോ വെള്ളം നിറച്ച്, അതായത് ഈ ക്രിസ്റ്റൽ ഗ്ലാസ്സാണ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്ലാസ്സാണ്. അതിൻ്റെ അകത്ത് റോസാപ്പൂ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനം, ആ മുറിക്കകത്തുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ആ വ്യക്തിയെ ഒരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഹൃദയത്തിൻ്റെ അകത്തെ ഭാരങ്ങൾ 2006 മുതൽ ഈ ഒരു സമയം വരെയും ആ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സ്വസ്ഥമായി കിടക്കാനോ നല്ലപോലെ ഒന്ന് ആഹാരം കഴിക്കാനോ കഴിയാതെ വണ്ണം മനസ്സിനെയും ശരീരത്തെയും ഓരോരോ കാരണം കൊണ്ടിട്ട് അലട്ടുന്ന വിഷയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏത് വ്യക്തിയാണോ സുമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇന്ന് കർത്താവ് ആ ഭവനത്തെ തൊടുവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ ദിവ്യ സമാധാനം അവിടെ വെളിപ്പെടുന്നല്ലോ. ദിവ്യ സമാധാനം ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പോൾ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നു, ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം, നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ നാടക കമ്പനിയൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ് ആ കുടുംബത്തിൻ്റെ അകത്ത്. എന്നാലത് ഒരു ഇച്ചിരി പഴക്കം ചെന്നൊരു കാര്യം കാണിക്കുന്നത്. എന്നാൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെല്ല എന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനമാണത്. എന്നാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനി ചിന്തിക്കുന്ന ചില അവസ്ഥകളാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ് പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഭവനത്തിൻ്റെ അകത്ത് സംഭവിക്കാൻ വേണ്ടി പോവാം. പെട്ടെന്ന് ചില മാറ്റങ്ങൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. ഇതുവരെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇതുവരെ നിങ്ങൾ ഓർത്തിട്ടപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ ആരാധിച്ചപ്പോഴും നടക്കാത്തത് എന്നാൽ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏത് കുടുംബമാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞിട്ടെടുത്തോണേ. ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ പേരും കർത്താവിൻ്റെ എടുത്ത് കാണിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷെ ഒരു ഡെലിവറൻസ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ ദിവ്യ സമാധാനം ഇപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ ക്രിസ്റ്റഫർ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ മേൽ, ക്രിസ്റ്റഫറിൻ്റെ ഭവനത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ ഭവനം ഇങ്ങനെ വാക്ക് പറയുകയാണ്, ശോഭിക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് അതിൻ്റെ മേലൊരു ശോഭിക്കുന്ന രീതിയിൽ കർത്താവ് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. ക്രിസ്റ്റഫറിൻ്റെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ ഭവനം ശോഭിക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്തു സിസ്റ്ററെ, പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ ഏറ്റെടുത്തു. ആ തലമുറകളുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി പറഞ്ഞു. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര്. 2 തലമുറകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ഭവനത്തിന്റെ അകത്ത്. 3 മക്കളുണ്ട്. ഈ 2 തലമുറയെ കാണിക്കുന്നതന്നെ 2 തലമുറയെ 2 ആൺ തലമുറകളെ കാണിക്കുന്നത്. 2 ആൺ തലമുറകളുണ്ടോ സിസ്റ്റർക്ക്?
രണ്ട് പെണ്ണും ഒരാണും. അപ്പോൾ 2 ആൺതലമുറയുള്ള ക്രിസ്റ്റഫറിൻ്റെ ഭവനമാണ്. ആ 2 തലമുറകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ 2 തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ശോഭിക്കും, ദൈവത്തിൻ്റെ ശോഭ അവരിൽ വെളിപ്പെടും. അങ്ങനെ ഒരു വാക്കാണ് ഞങ്ങൾക്ക് അവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് കർത്താവ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം അവിടെ വെളിപ്പെടും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ ഈ സമയത്ത്. ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു സൗഖ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നല്ലപോലെ കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്തൊരു മാറ്റം ഒന്ന് ചെക്ക് ചെയ്ത്, മാറ്റം അനുഭവിക്കുന്നവർ, ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മ്യൂട്ട് മാറ്റി പറയാം. കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിച്ചോണം, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ ദിവ്യ സമാധാനം ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്നു, ഷാർലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനം കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഷാർലറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വാർത്ത കർത്താവ് പറയുക, ഒരു സന്തോഷ വാർത്ത ഷാർലറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ഷാർലറ്റുമായിട്ട് കണക്ട് ചെയ്ത ആരാണോ ഈ ദിവസങ്ങളിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവെ, ഞങ്ങളുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. ദിവ്യ സമാധാനം ഇപ്പോൾ തന്നെ അവിടെ സംഭവിക്കട്ടെ. ആ ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ഇന്നൊരു സന്തോഷ വാർത്ത ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി തമ്പുരാൻ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഞങ്ങളുടെ ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ, ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ആമേൻ പറഞ്ഞ് ആ വ്യക്തി ഏറ്റെടുത്തു കേട്ടോ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ ഷാർലറ്റ് മുഖാന്തരം നിങ്ങളൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കും. അതോടൊപ്പം തന്നെ എബി എന്ന് പറയുന്ന 2ാമത്തെ തലമുറയാണ്. എബി എന്ന് പറയുന്ന മൂത്തതല്ല, 2ാമത്തെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വാക്തത്വം നിറവേറ്റാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. എബി 2ാമത്തെ തലമുറയുള്ളത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഇന്ന് അവനുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്തോഷ വാർത്ത കർത്താവിൻ്റെ നാമത്തിൽ, സന്തോഷ വാർത്തയിലൊരു വാക്തത്വ നിവർത്തി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവ്. പറയാൻ വേണ്ടിയുള്ളവരാണോ? പറയാനുള്ളവരല്ലെങ്കിൽ നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അല്ലാത്തവർ പറഞ്ഞു. സതീഷ് എന്ന് പറഞ്ഞത് എന്റെ സഹോദരന്റെ 2 സഹോദരന്റെ മക്കളും സതീശന്മാരുണ്ട്. ആ ഭവനത്തിന്റെ അത് ഒരു അടയാളം കേട്ടായിരുന്നോ? തലമുറയായിട്ടുള്ള അടയാളം കേട്ടായിരുന്നോ? 17 വർഷം എന്തോ സംഭവിച്ചെന്നാ പറഞ്ഞത്. ഒരു പെൺ തലമുറയുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പെൺകുട്ടികളാ, 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികൾ, പെൺ തലമുറയുള്ളൊരു ഭവനമാണ്. ഇതിന് എത്ര വയസ്സുണ്ടാക്കും ഈ പിള്ളേർക്ക്? മൂത്തതിന് എത്ര വയസ്സുണ്ട്? അതിന് മോളിപ്പം അമേരിക്കയിൽ ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് 17 വർഷമായിട്ടുണ്ടായിരുന്ന ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുവാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ വിഷയത്തിൻ്റെ മേൽ ദൈവത്താൽ ഒരു പ്രവൃത്തിയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. അവരോട് പറയണം, കർത്താവിൻ്റെ ഒരു സാക്ഷ്യം കുടുംബത്തിൻ്റെ അകത്ത് 17 വർഷമായി നിന്ന ബ്ലോക്ക് നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, തടസ്സം മാറുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ദൈവം തന്നെയാണ് ചെയ്തത്. ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവം തന്നെയാണ് പ്രവർത്തിച്ചു എന്ന് അറിയുന്ന രീതിയിൽ ദൈവികമായിട്ടുള്ള അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. പറഞ്ഞു സിസ്റ്ററേ. എൻ്റെ അച്ഛൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാനാണ് മൂത്ത മോൾ.
17 വർഷമായിട്ട് സിസ്റ്റർ ഞാൻ കാണിച്ചൊരു ആലോചനയാണത്. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ സ്വീകരിച്ചോണേ. 17 എന്നൊരു കണക്ക് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 17 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം, കർത്താവിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ കയറി കൂടിയത്, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ദൈവം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. അതേപോലൊരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ഒരു വലതുവശമാണ് ഞാൻ കാണുന്നത്. വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയാൽ വലതുവശത്ത് ഒരു ബോർമ, ഈ ബോർമ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബോർമ ഉള്ള ഒരു വീട്, അതായത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോർമ നിൽക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിലേക്ക് ജോണി എന്ന് പറയുന്ന ഒരു വ്യക്തി കയറി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ നാമത്തിൽ ഈ 3 മാസത്തിൻ്റെ അകത്ത്, ഈ വരുന്ന 3 മാസത്തിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങൾ പറയത്തക്കവണ്ണം, ഒന്ന് കുടുംബത്തിൻ്റെ അകത്തുനിന്നുള്ള കാര്യം, 2 ഞാൻ കാണുന്ന ഒരു കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറയാൻ വേണ്ടിയാണ്. എന്റെ വീടിന്റെ വലത്ത് സൈഡിൽ ഒരു ബോർമയാണ്. ഈ ജോണി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് എന്താ കണക്ഷൻ? ഒരു വ്യക്തി, ഈ വ്യക്തി ഭവനത്തിലോട്ട് ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കേൾക്കുന്നത്. ഈ വ്യക്തി കടന്നു വന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവികമായിട്ടുള്ളൊരു സാക്ഷ്യത്തെ പറയുന്ന, അതായത് ദൈവസാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി മുഖാന്തിരമാണത് സംഭവിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുത്ത കേട്ടോ, കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവേ. ആ ബ്രദർ, ഈ റോസാപ്പൂ എന്ന് പറഞ്ഞൊരു ഓർക്കിഡിന്റെ പൂവ് എൻ്റെ ഒരു ഭവനത്തിലുണ്ട്. ഒരു ക്രിസ്റ്റൽ ബോട്ടിലിനകത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് ഞങ്ങൾക്ക് 2006 മുതൽ ഒരു പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ചേട്ടനും അതിനും കൂടെ ഉള്ളത്. ഈ പറഞ്ഞ ആലോചനയുമായിട്ട് സിസ്റ്ററാണ് ഏറ്റെടുക്കുന്നത്. 2006 മുതലുണ്ടായിരുന്നു. 2006 മുതലുള്ള അത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച സിസ്റ്ററെ, കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ നീക്കുപോക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോകണം. 2006 മുതൽ തുടങ്ങിയൊരു പ്രശ്നമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഒരു സമാധാന അന്തരീക്ഷത്തെ ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ഭവനത്തിൻ്റെ അകത്ത് 2 പേരുകളെ കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഒന്ന് ഓമനെ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര്, അതേ ഭവനത്തിൽ തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു പേരുടെ കർത്താവാണ്. ഈ 2 പേരും ഒരേ ഭവനത്തിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് കളറിലെ ഒരു മഞ്ഞ നിറം, അത് ഭയങ്കര കടുമഞ്ഞല്ല, ലൈറ്റ്, നമ്മളതിന് ചന്ദന കളർന്നോ ഇളം മഞ്ഞ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പെയിൻറ്റ് അകത്ത മുറിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭവനവുമായിട്ട് പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനൊരു വാക്ക് എൻ്റെ അകത്ത് കേൾക്കുവാണേ. കർത്താവെ, വലിയൊരു മരണഭയത്തിൻ്റെ അകത്തുനിന്നും ആ കുടുംബത്തെ ദൈവം പുറത്ത് ഭയപ്പെടേണ്ട. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പുറപ്പെട്ട ജനത്തിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഭയമുണ്ടായി. ഞങ്ങൾ നശിക്കുമെന്നൊക്കെ ഒരു ചിന്ത അവർത്തോട്ട് കയറിയില്ല. ഈ ദിവസങ്ങളിൽ ആ ഭവനം ഫലം കായ്ക്കാൻ വേണ്ടി പോവാണേ. ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിനാൽ പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്വത്ത് തർക്കം ഇന്നും ആ കുടുംബം തമ്മിൽ മിണ്ടിയിട്ടില്ല. കാണുമ്പോഴൊക്കെ
ഒക്കെ ഭയങ്കരമായ ഒരു മൂർച്ചയേറിയ ഒരവസ്ഥയിലാണ് പോകുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പ്രശ്നമാണ്. ആ 16 വർഷത്തിൻ്റെ അകത്തുണ്ടായ ദുഃഖകരമായ ചില പ്രശ്നങ്ങൾ ആ ഭവനത്തിൻ്റെ അകത്ത് ഈ സ്വത്തുമായി ഈ ഒരു ഈ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ്. അതിനെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളാണ് ഞാൻ കാണുന്നത്. അത് റിലേറ്റ് ചെയ്ത് നാളുകളായിട്ടുണ്ടായ വിഷയം. ഞാനതിൻ്റെ അകത്ത് 3 തലമുറകളെ എടുത്തു കാണിക്കുക. ഈ 3 തലമുറകളുടെ മേലെ അത് എഫക്റ്റ് ചെയ്ത് വലിയൊരു വൈരാഗ്യബുദ്ധി ഉണ്ടാക്കിയെടുത്ത് പിശാച് അവരെ കയ്യിലെടുക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളത്തിലേക്ക് കർത്താവ് പറയുന്നു, ഇതിൻ്റെ ഇടയിൽ രാജു എന്നൊരു പേര് വെളിപ്പെട്ട് വരിക. ദൈവം ആ വ്യക്തിയെ തൊട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു നീക്കുപോക്കിനെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഈ രാജു എന്നുള്ള പേരൊന്ന് കുറിച്ച് വെച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചില കാര്യങ്ങളെ നീക്കുപോക്കേണ്ടതിന് കർത്താവ് ചിലരെ ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തിയുമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവ് നമുക്ക് തുണയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയം സാക്ഷ്യമായി തീരും, അത്ഭുതമായി തീരും. ഞങ്ങളിത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് ഒരു കാഴ്ച കാണുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്രമാണ്. അതിൻ്റെ അകത്ത് ഈ യമഹായുടെ പഴയ ഒരു ബൈക്ക്, അതിലിങ്ങനെ ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഒരു വ്യക്തി ആ ബൈക്കിൽ ഇങ്ങനെ സീറ്റെ കൊച്ചിനെ വെച്ചുകൊണ്ട് ഒത്തിരി പഴക്കം ചെന്നൊരു ഫോട്ടോയാണ്. അത് യമഹായുടെ ഒരു ബൈക്കേലാണ്. യമഹായുടെ അത് ശരിക്കും ആ ഫോട്ടോയിൽ ആ എംബ്ലം എടുത്ത് വണ്ടിയുടെ പേര് അതിലിങ്ങനെ ടാങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് ആ ഭവനത്തിൽ കാണാം. ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഫോട്ടോയിലുള്ള ആ മനുഷ്യനും ആ തലമുറയിനെയും എടുത്ത് കാണിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയുമായിട്ട് റിലേറ്റ് ചെയ്തതിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, കുടുംബത്തിൻ്റെ അകത്ത് ആരും കാണാത്ത നന്മകളിലേക്ക് കർത്താവ് അതിനെ ഉയർത്താം. ഇതൊരു വാക്ക് പറയുന്ന ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും നന്മകൾക്കായിട്ട് ഒരു യാത്രയെ തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ അടയാളം ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ വണ്ടിയുടെ പേര് കുടുംബത്തിൽ ആരോടെങ്കിലും ചോദിക്കുക അതിൻ്റെ അകത്ത് എന്നാന്നുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെയും ആ തലമുറയെയും റിലേറ്റ് ചെയ്ത് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കും. അതിൻ്റെ അകത്തുനിന്നും നന്മയ്ക്കായിട്ട് ദൈവം ചിലതിനെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കും. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലെസ് ചെയ്യുന്ന പൗരശൂന്യമായ അവസ്ഥകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. എല്ലാ നിന്ദകളും വിട്ടുമാറട്ടെ. സകല പ്രതിസന്ധികളും വിട്ടുമാറട്ടെ. ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനം, ഞെരുക്കങ്ങൾ വിശാലമാകട്ടെ. എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. ഈ സമയത്ത് തന്നെ ആ രോഗശക്തികളെ പിടിച്ചു കെട്ടുന്നു, ആ വേദനകളെ പിടിച്ചു കെട്ടുന്നു. ഇനി മേലാൽ കാലപ്പഴക്കം ചെന്ന വേദനകൾ, അസ്ഥി വേദനകൾ, എല്ലാം നടുവിൻ്റെ വേദനകൾ, അകത്ത് ആന്തരിക അവയവങ്ങളെ കാർന്നു തരുന്ന രോഗശക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. ചാടി എണീറ്റോ, നടന്നു നോക്കിക്കോ, എന്താണോ കഴിയാത്തതൊന്ന് ചെയ്തേ. യേശു നിങ്ങളെ തൊട്ടിയ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിച്ചിരിക്കുന്നു, കേൾവി വർദ്ധിച്ചിരിക്കുന്നു, കുടുംബത്തിൻ്റെ മേൽ സമാധാനം വർദ്ധിച്ചിരിക്കുന്നു. ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി, വൻ കൃപയ്ക്ക് നന്ദി, വൻ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഈ സമയം സാക്ഷ്യമുള്ളവർ, പ്രാർത്ഥനാ വിഷയമല്ല, ആലോചനയുള്ളവർക്ക് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേരളത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. അതിന് മുന്നേ നമുക്കതിന് പുറകെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോഴേ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഒത്തിരി പേര് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തേക്ക് നിങ്ങൾ ലീവുകളെ അപ്ലൈ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നപ്പോൾ വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. അസാമ്പത്തിക കുരുക്കുകൾ പൊട്ടിമാറട്ടെ. ബിസിനസ്സിലും ജോലിയിലും വർധനമുണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയട്ടെ. എല്ലാ മേഖലയിലും വർധനമുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അവൻ ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവർ നിങ്ങൾ പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു ബ്രദറെ. പറഞ്ഞു ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഉം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം മുതല് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പം ഒരു 5 പേരൊക്കെ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൈയും കാലും വിറയ്ക്കും, ഭയങ്കര പാൽപിറ്റേഷൻസ് ഒക്കെ വരും. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമായിരുന്നു. ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പം മുതലേ തുടങ്ങിയത്. അപ്പൊ ഇന്നലെ എനിക്ക് ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡോക്ടേഴ്സ് അങ്ങനെ ഒരുപാട് എല്ലാ വലിയ വലിയ ആൾക്കാരും കൂടെ ഉള്ള ഒരു ലെക്ചർ ആയിരുന്നു. പക്ഷെ അപ്പൊ ഇന്നലെ എനിക്ക് ആ ലെക്ചർ ഉണ്ടെന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോഴേ എനിക്കിങ്ങനെ പാൽപിറ്റേഷൻ ഒക്കെ വന്നു. പക്ഷേ ഞാൻ എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് പോയി ഞാൻ ലെക്ചർ എടുത്തു. ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു പേടിയോ ഒരു ഭയവും നെഞ്ചിടിപ്പൊന്നും വന്നിട്ടേ ഇല്ല എനിക്ക് ഇന്നലെ. അത് ആ രീതിയിൽ തന്നെ 75 പേരുണ്ടായിരുന്നു ഇന്നലെ ആ ഓഡിറ്റോറിയത്തിൽ. ആ 75 പേർക്ക് ലെക്ചർ എടുക്കാൻ സാധിച്ചു. എല്ലാവരും പറഞ്ഞു നല്ല പ്രസന്റേഷൻ ആയിരുന്നു ബ്രദറെ. ദൈവം അവിടെ എനിക്ക് ഭയങ്കര അത്ഭുതം പ്രവർത്തിച്ചു. നന്ദി കർത്താവ്. ഒരു പാൽപിറ്റേഷൻസ് ഞാൻ പഠിക്കുമ്പോൾ മുതൽ എനിക്കതുണ്ട്. 5 പേരുടെ മുമ്പിൽ പോയി ഒരു 5 പേരെന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റൂലായിരുന്നു. ഇത് കർത്താവ് കൊടുത്ത വലിയ കൃപയാണ്. പറഞ്ഞു കേട്ടില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന അതിനെ സ്റ്റേജിൽ ഫേസ് ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടിനെ ബലം ദൈവം കൊടുത്തു. കർത്താവ് കൊടുത്ത സ്ട്രെങ്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു അമ്മയെ നോക്കാനാണ് നിൽക്കുന്നത്. അമ്മ ഒരു 10-65 കിലോ ഉള്ള എടുത്ത് പൊക്കുമ്പോ ഈ കൈക്ക് വേദനയാണ് ഇപ്പോഴും. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് പൂർണ്ണമായിട്ട് ആ വേദന മാറി. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അടുക്കളയിൽ നിന്നപ്പോ തെന്നി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ എന്നെ പിടിച്ചു നിർത്തുന്ന പോലെ അങ്ങ് നിന്ന്, ഞാൻ തെന്നി വീഴാതെ നിന്ന്. സ്തോത്രം, ദൈവം അത്ഭുതം ചെയ്ത എനിക്ക്. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ വേദന മാറി. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയൊരു കരം ആ വീഴ്ചയിൽ നിന്നും താങ്ങാൻ എപ്പോഴും പറഞ്ഞ ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് താങ്ങിയ കൃപയ്ക്ക് നന്ദി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദുഃഖമായി തീർന്നേനെ, പക്ഷെ തമ്പുരാൻ സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ നേരത്തെ ഒരു ആലോചന പറഞ്ഞു. ഒക്ടോബർ 13 ജനിച്ച ഒരു വ്യക്തി, അതായത് ഒരു സുഹൃത്തിന്റെ മകള് ഒക്ടോബർ 13 ജനിച്ചിട്ടുള്ളത്. അതേറ്റെടുത്ത ബ്രദറെ കർത്താവ്, അതേറ്റെടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് ദൈവം അത് മാറ്റും. ഗോഡ് ബ്ലസ് യു. 16 വർഷം വസ്തു സംബന്ധമായ അത് ഒന്ന് വിശദീകരിച്ച് പറയാമോ? 16 വർഷമായിട്ടൊരു വസ്തുവിൻ്റെ മേൽ തർക്കമുണ്ടായിട്ട് പരസ്പരം ബന്ധമില്ലാതെ അതിൻ്റെ അകത്ത് കലഹം നിൽക്കുന്ന ഒരു കുടുംബം എന്നല്ല പറഞ്ഞത്. അത് യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടാമെന്നല്ല, ആ വ്യക്തി അതിൻ്റെ അകത്ത് ഇടപെടും. ആ വ്യക്തി ഒരു മുഖാന്തിരം അതിൻ്റെ അകത്തൊരു നീക്കുപോക്കിന് ദൈവം ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. ആ പേര് നോട്ട് ചെയ്തോണേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്കൊന്ന് പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ എന്റെ സഹോദരിയുടെ ഭർത്താവിന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ലിവർ സിറോസിസ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആദ്യത്തെ അൾട്രാസൗണ്ട് എടുത്തപ്പം കുഴപ്പമായിരുന്നു. പിന്നെ രണ്ടാമത് എടുത്തപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പം 4-ാമത്തെ പ്രാവശ്യം പോയി അൾട്രാസൗണ്ട് എടുത്തപ്പോൾ അത് എക്ദം നോർമലാണ്. ഡോക്ടർക്കും ഭയങ്കര അതിശയം, ഇതെങ്ങനെ ഇത്രയും സൗഖ്യമായി. ഇതിങ്ങനെ ലിവർ സിറോസിസ് ആണ്, സൗഖ്യം പെട്ടെന്നാകുന്നതല്ല, ഇതെന്തോ ഒരു അത്ഭുതമാണ്. ഇന്ന് ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ ഒന്നും കഴിക്കണ്ട, എക്ദം നോർമലായിരിക്കുന്നു. ഇനിയും മാസത്തിലൊരിക്കൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന്
ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പുതിയ കരള് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വലിയ കൃപയാണ്. സൗകര്യം പറഞ്ഞു വീട്ടിൽ അത്രയും പ്രോബ്ലം ഉള്ള മനുഷ്യൻ ഡോക്ടർ തന്നെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഡോക്ടർ തന്നെ പറഞ്ഞത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, ഇനി ലിവർ സിറോസിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പുതിയ അവയവത്തിന് നന്ദി, പുതിയ ലിവറിന് നന്ദി എന്ന് പറഞ്ഞു. അത് തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും അതിൻ്റെ അകത്ത് വേണ്ട. നോക്കിക്കുക, നമുക്കറിയാം ഈ ഒരു രോഗം വന്നാൽ ആളെ കൊല്ലി രോഗമാണ്. പക്ഷേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾ പറയുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ പ്രവർത്തിപ്പാൻ കർത്താവ് റെഡിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനേകർക്ക് വേണ്ടി കർത്താവ് സാക്ഷിയാകട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. വണ്ടിയിലിരുന്ന് ഇത് പറഞ്ഞില്ലേ, ഒരു വണ്ടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ, ഹോണ്ട വണ്ടിയിൽ അത് എന്റെ മോനാ. അത് സ്വീകരിച്ചോ സിസ്റ്ററെ? കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മോനെ എന്ത് കാര്യത്തിന് പോയാലും അവന് അത് ശരിയാകേല. എവിടെ ചെന്നാലും, പഠിക്കാൻ പോയാലും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എവിടെ ജോലിക്ക് പോയാലും അവിടെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയാണ് അവന്. അത് ഇന്ന് സിസ്റ്റർ ഏറ്റെടുത്തോളം കർത്താവ് അവനെ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. പകല് മുഴുവൻ ശരീരം മുഴുവൻ ഒരു പേപ്പർ പോലെ അങ്ങനെ പാറിയിരിക്കുന്നു. നടക്കുമ്പോഴിരിക്കുന്നത് ഭജന നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. സമയത്ത് ഞാൻ അതിശസ്ത്രയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പം അങ്ങനെ തന്നെ ഒരേ ഇതായിരുന്നു. അപ്പൊ ഞാൻ വിളിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഫോൺ എടുക്കുമെന്ന് അറിയില്ലല്ലോ. വഴക്കണ ബ്രദറിന്റെ വോയിസ് കേട്ടത് ഇപ്പൊ കുറച്ചൊന്ന് നോർമലായി. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അങ്ങനെ ഉള്ളതാണ്. എന്താ ചെയ്യാന്നറിയില്ലല്ലോ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥന പങ്കുകൊള്ളുമാണല്ലോ ദൈവം, എന്ത് പറ്റി എനിക്കറിയാൻ വിളിച്ചു പ്രാർത്ഥിച്ചു. ബ്രദറിന് ശേഷം ഇപ്പൊ ശരീരം അത് മാറി. ഇപ്പൊ വെയിറ്റ് വെച്ചു പ്രാർത്ഥനയിൽ നല്ല ഹാപ്പിയായി. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നത്. നന്ദി കർത്താവ്. അങ്ങ് തൊട്ട് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, കൊടുത്ത ബലത്തിന് നന്ദി പറയുന്നു. ശരീരത്തെ വീഴാതെ വണ്ണം കർത്താവ് സൂക്ഷിച്ചല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? സാക്ഷ്യമുള്ളവർ പറഞ്ഞിട്ട്. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നല്ലോ. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടെ വാഴ്ത്താം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശക്തിയോടെ ബലപ്പെടാം. ബാക്കി എല്ലാവരും, ഈ പറയാനുള്ളവരും എല്ലാം ആണെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബ്രദർ, ഞാൻ സതീശ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പം 17 വർഷം മുമ്പ് നടന്നൊരു സംഭവം. എൻ്റെ മോളെ കല്യാണമാണ് നടന്നത്. ആ ഒരടയാളമാണ് സിസ്റ്റർ. എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വ്യക്തിയെ, ആ കുടുംബത്തെയും കാണിക്കാൻ വേണ്ടി ഒരു അടയാളമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഒരു സന്തോഷ വാർത്ത ദൈവം ചെയ്താന്ന് അറിയാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന പറഞ്ഞു കേട്ടോ. അത് സ്വീകരിച്ചു. നമ്മൾ ഇതാ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ബ്രദറെ, ഈ ഷാലറ്റ് എന്ന് പറഞ്ഞത് അതെന്റെ ചർച്ചിലുള്ള ഒരാളോ? അതെനിക്ക് ഏറ്റെടുക്കാവോ ആലോചന? തീർച്ചയായിട്ടും. ഷാർലറ്റ് മുഖാന്തരം ഒരു സന്തോഷ വാർത്ത കേൾക്കുമെന്നാണ് പറഞ്ഞത്. അത് കുറിച്ച് വെച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ. നമുക്കറിയത്തില്ല, അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് സ്വീകരിച്ചത് നോട്ട് ചെയ്ത് വെച്ചോണം. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. ആ വ്യക്തി മുഖാന്തരം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ വാർത്ത കേൾക്കും, ഒരു മുഖാന്തരം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം.
മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് എൻ്റെ കൂടെ ഇന്ന് ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ നമുക്ക് എല്ലാവരും ഈ സമയത്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഒരു നിമിഷം. എല്ലാവരും ഏറ്റു പറഞ്ഞു ലഭിച്ചു എന്ന്